മെസ്സിയും അർജന്റീൻ ടീമും ഈ വർഷം കേരളത്തിലേക്കില്ല എന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. സന്ദർശനം ഒക്ടോബറിൽ വേണമെന്ന കേരളത്തിന്റെ ആവശ്യം AFA തള്ളി. ഈ വർഷം വരാൻ കഴിയില്ല എന്ന് അർജന്റീൻ ടീം അറിയിച്ചെന്ന് വി അബ്ദുറഹ്മാൻ സ്ഥിരീകരിച്ചു. ബെൻസൺ ബാബു നൽകും വിവരങ്ങൾ. ബെൻസൺ, കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയും സങ്കടവുമൊക്കെയാണ് ഈ നിമിഷം. വിവരങ്ങൾ പറയാം. കേരളത്തിലെ മെസ്സി അർജന്റീനിയൻ ആരാധകരെ സംബന്ധിച്ചോളം ഏറെ നിരാശ ഉളവാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് കായിക മന്ത്രി തന്നെ ഔദ്യോഗികമായി പറയുകയാണ്, ഈ ഒക്ടോബർ മാസത്തിൽ മെസ്സിയും അർജന്റീനയും അടങ്ങുന്ന സംഘം കേരളത്തിലേക്ക് എത്തില്ല, കേരളത്തിൽ കളിക്കില്ല എന്ന് ഔദ്യോഗികമായി തന്നെ മന്ത്രി പറയുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് കേരളത്തിലെ അർജന്റീനിയൻ മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം. കാരണം മെസ്സി കേരളത്തിൽ വരും, കേരളത്തിൽ കളിക്കും, അർജന്റീനിയൻ ടീം കേരളത്തിൽ വരും, കളിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കായിക മന്ത്രി തന്നെയായിരുന്നു. അതിനെ പല ചടങ്ങുകളിലും പല കാലത്തും അല്ലെങ്കിൽ പല ചടങ്ങുകളിലുമായി ഇത് കേരളത്തിലെത്തും. അത് കായിക വകുപ്പിന്റെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും പ്രധാന നേട്ടങ്ങളിൽ ഒന്നായി തന്നെ അവതരിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴായി ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഓരോ ഘട്ടത്തിലും മെസ്സിയുടെയും അർജന്റീനിയൻ ടീമിന്റെയും വിൻഡോകൾ തുറക്കുമ്പോൾ അതിൽ ഇന്ത്യയിൽ കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേരളത്തിൽ കളിക്കുന്നുണ്ടോ എന്ന ചോദ്യം പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഒരു തരത്തിലും വന്നിട്ടുണ്ടായിരുന്നില്ല. ആരൊക്കെ തമ്മിലാണ് ചർച്ചകൾ നടന്നിരുന്നത്? ഈ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണോ സംസാരിച്ചിട്ടുള്ളത്? അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടനിലക്കാരുണ്ടായിട്ടുണ്ടോ? ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം, ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനമായി അർജന്റീനിയൻ ടീമിന്റെ ഈ അടുത്ത കാലത്തെ വിൻഡോ തുറക്കുമ്പോൾ അതിൽ സംഘവും കേരളത്തിലേക്ക് വരില്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക പ്രേമികളാകെ വളരെ നിരാശയിലാണ് അവരുടെ പ്രതികരണങ്ങൾ വരുന്നതും. വിവരങ്ങൾ നൽകിയത് ബെൻസൺ ബാബുവാണ്.